ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിപ്പി ആദ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ്. അങ്ങനെ എൻ്റെ അമ്മ എന്നെ വെറുക്കുമെന്നില്ല ആദ്യേട്ടാ. കുഞ്ഞാവ വരുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ കുഞ്ഞാവനെ എല്ലാവരും സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആകാശങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശങ്ങളുടെ കുശുമ്പ് കൊണ്ടിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ചിപ്പി, എനിക്കറിയാം അയാളുടെ സ്വഭാവമൊക്കെ. അയാളെ ഞാൻ അറിയുന്നിടത്തോളം വേറെ ആരും അറിയില്ലല്ലോ ചിപ്പി മോളെ. അതുകൊണ്ട് അയാൾ പറയുന്ന കാര്യമൊക്കെ നിൽക്കുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ചിപ്പി മോളെ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, ആദ്യമായിട്ടും ധൈര്യമായിട്ടിരിക്കെ. അയാളോടൊപ്പം ഇനി ജീവിക്കാതെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ആദ്യനെ അയാൾ എന്തെങ്കിലും ചെയ്യും. കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആദ്യയുടെ മനസ്സ് മാറ്റാനായിട്ട് അയാൾ ശ്രമിക്കും. അതുകൊണ്ട് ആദ്യേട്ടാ എത്രയും പെട്ടെന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക്. ചിപ്പി, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും പറയാനായിട്ടൊന്നും നിൽക്കണ്ട. ഈ സംഭവം ആരോടും പറയാനായിട്ട് നിൽക്കണ്ട. ഞാനിത് അറിഞ്ഞപ്പോൾ നിന്നെ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളെന്നൊക്കെ ചിപ്പിയോട് പറയണം. അതൊന്നും സാരമില്ല ചിപ്പി, ആദ്യമായിട്ടും കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അങ്ങോട്ട് വെക്കുക. ഫോൺ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യമാണെങ്കിൽ മനസ്സ് ചിന്തിക്കുകയാണ്, കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു, ചുമ്മാ ചിപ്പിയെ വിളിച്ചത്, അവൾ എന്ത് വിചാരിച്ച് കാണുമെന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷും അതേപോലെ തന്നെ ഇഷിതയും കൂടി നല്ല ഉറക്കത്തിലാണ്. അപ്പം നല്ല ഉറക്കുന്ന സമയത്ത് ഇഷിത പെട്ടെന്ന് ഒരു എട്ടം കണ്ടിട്ട് നമ്മുടെ മഹേഷ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് നല്ല ഉറക്കുക. അങ്ങനെ ഇഷിത അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് മഹേഷ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. എന്താ മഹേഷ് എണീറ്റേ ഒന്ന്, മഹേഷ് എണീക്കാനാ. അപ്പോൾ മഹേഷ് പേടിച്ചു, ഇഷിതയാൾ വിളിക്കുന്നത്. പക്ഷെ മഹേഷ് ചാടി എണീറ്റിട്ട് ചോദിക്കണം, അയ്യോ ഇഷിത എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടെന്നോ? എൻ്റെ ദൈവമേ, എന്താ കുഴപ്പം, പറയടോ, തൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിഹരിക്കാമെന്നേ, പറയാടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എനിക്കൊന്ന് പുറത്തു പോകണം മഹേഷേ എന്ന് പറഞ്ഞപ്പോൾ, പുറത്തു പോകണമെന്നാ? പുറത്തെന്തിനാ പോകുന്നത്? അത് എന്തിനു വേണ്ടി? താൻ എന്താ പ്രശ്നമെന്ന് പറ, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ എന്തിനാ പുറത്തു പോകുന്നത് ചോദിച്ചപ്പോഴേക്കും എനിക്കേ അപ്പവും മുട്ടക്കറിയും കഴിക്കാനായിട്ട് തോന്നുന്നു മഹേഷേ, അതുകൊണ്ടാണ് എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞത്. അപ്പവും മുട്ടക്കറിയോ? എനിക്ക് അപ്പവും മുട്ടക്കറി കഴിക്കാനായിട്ട് തോന്നുന്നു മഹേഷേ. മസാല ദോശയും പച്ചമാങ്ങയൊക്കെ അവസാനിച്ചോ? ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണോ, അപ്പവും മുട്ടക്കറി? മഹേഷേ, എനിക്ക് അപ്പവും മുട്ടക്കറി കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുന്നു. അപ്പവും മുട്ടക്കറിയും കഴിക്കാനാണെങ്കിലേ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തട്ടുകട ഉണ്ട്. ആ തട്ടുകടയിൽ നല്ല അപ്പവും മുട്ടക്കറിയൊക്കെ കിട്ടും. അത് നാളെ ഞാൻ പാഴ്സലാക്കി മേടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഇഷിത നന്നായിട്ട് കഴിച്ചു. നാളെയോ? നാളെയൊന്നും പോരാ, എനിക്ക് ഇപ്പം തന്നെ വേണം അപ്പവും മുട്ടക്കറി, ഇപ്പം തന്നെയോ? അയ്യോ മോളെ ഇഷിത, എന്തൊക്കെയാണ് ഈ പറയുന്നത്? സമയം എത്രയെന്ന് പറയാവോ? സമയം എത്രയായി ഞാൻ നോക്കട്ടെ. 11 മണിയായി. 11 മണിയായിട്ടുള്ളൂ. നമ്മളെ നേരത്തെ കിടന്നുറങ്ങിയത് കൊണ്ടാണ് സമയം ഒരുപാട് പോയതുപോലെ മഹേഷിന് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോയി അപ്പവും മുട്ടക്കറിയും കഴിക്കാം മഹേഷേ. ഇതെൻ്റെ ആഗ്രഹമല്ലേ, മഹേഷിൻ്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ? എൻ്റെ ദൈവമേ ഇഷിത, ഇത് വല്ലാത്തൊരു ആഗ്രഹമായിപ്പോയി. നമുക്ക് ഈ തണുപ്പത്ത് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോകണം, എനിക്ക് പോയേ മതിയാവുള്ളൂ, അല്ല ഞാൻ മഹേഷിനോട് മിണ്ടില്ല എന്നൊക്കെ ഇഷിത പറയാം. ഇനി അതിൻ്റെ പേരിൽ പ്രശ്നം വേണ്ട, പോകാം, നമുക്ക് പോകാം. ഞാനൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തിട്ട് പോയിട്ട് വരാം. മഹേഷല്ല, ഞാനും മഹേഷും കൂടി ഒരുമിച്ച് പോകും. അപ്പം അതിനു വേണ്ടിയാണ്. ഇപ്പം സൂത്രം മനസ്സിലായല്ലോ. അപ്പോൾ പുറത്തു പോയി അപ്പവും മുട്ടക്കറിയും കഴിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണല്ലേ? പുറത്തു പോയി ഇപ്പം കറങ്ങണം. അതിനു വേണ്ടിയും എനിക്ക് ആഗ്രഹമുണ്ട്. ആ തട്ടുകടകളിൽ അവിടെ ഇരുന്ന് അവിടുത്തെ മഞ്ഞും കാറ്റൊക്കെ കൊണ്ട് ആ ഒരു ആംബിയറിൽ ഇങ്ങനെ മുട്ടയും അപ്പവും കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ കിട്ടുമോ മഹേഷേ? ശരി എങ്കിൽ പോകാം, പക്ഷെ സൈക്കിൾ എടുക്കാൻ പറയരുത്. സൈക്കിൾ എടുക്കാൻ പറഞ്ഞാൽ ഞാനത് കേൾക്കില്ല. മഹേഷേ, എന്താ മഹേഷേ പറയുന്നത്? അങ്ങനെ ഞാൻ സൈക്കിൾ എടുക്കാനായിട്ട് പറയോ? ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ? അപ്പോഴത്തെ സിറ്റുവേഷനല്ല ഇപ്പോഴെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് ഞാൻ സൈക്കിൾ എടുക്കാൻ പറയേയില്ല. താനല്ലേ ആള്. താഴത്തേക്ക് ചെന്ന് കഴിയാൻ നേരത്ത് നമുക്ക് സൈക്കിളിൽ പോകാം എന്നായിരിക്കും താൻ പറഞ്ഞിട്ടുണ്ടാവുക. ഇല്ല മഹേഷേ, ഞാൻ പറയില്ല. നമുക്കേ കാറിൽ പോകാം. കാറിൽ പോയാൽ മതി. കാറിൻ്റെ വിൻഡോ ഒക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട്
ഇങ്ങനെ ആ മഞ്ഞും നല്ല ഇളം കാറ്റൊക്കെ ആസ്വദിച്ചിങ്ങനെ പോകുമ്പോൾ അതിൻ്റെതായൊരു സുഖം അത് വേറെ തന്നെയാണ് മഹേഷേ. ആ ഒരു സുഖം ഇവിടെ ഇരുന്നാൽ കിട്ടിയില്ലല്ലോ. ശരി ശരി, എങ്കിൽ പിന്നെ പോകാം. ഒരു കാര്യം ചെയ്, മോള് പോയി വണ്ടി എടുത്ത് താക്കോലെടുത്തിട്ട് വാ. ഇവിടെ ഒരു താടക ഉണ്ടല്ലോ, മഞ്ജിമ എന്ന് പറഞ്ഞ താടക, അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുന്നുണ്ടാവും. ഞാൻ അവളെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ. ശരി മഹേഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പം മഹേഷ് ആണെങ്കിലും ഒളിഞ്ഞു നോക്കി വരികയാണ്. ആരുമില്ല, വാ കയറി പോര് എന്ന് പറയാ. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിലേക്ക് കയറുകയാണ്. കാറിലേക്ക് കയറി ഇവർ കാറിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. ആ സമയത്തും മഹേഷ് ചോദിക്കണം, എൻ്റെ ദൈവമേ, തൻ്റെ ഓരോരോ ആഗ്രഹങ്ങളെ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ ആവോ, ആർക്കറിയാം. ഇല്ല മഹേഷേ, അപ്പവും മുട്ടക്കറിയും അവിടുത്തെ ഫേമസ് ആണ്, അതുകൊണ്ട് അപ്പം മുട്ടക്കറി ഇല്ലാതിരിക്കില്ല, എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ഇങ്ങനെ ചിരിക്കുക. അപ്പം ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്താ മഹേഷ് എന്താ ചിരിക്കുന്നത്? അതെ, ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചതാ. അച്ഛൻ്റെ കാര്യമേ. അച്ഛൻ്റെ കാര്യമോ? അച്ഛൻ്റെ കാര്യം ആലോചിച്ച് എന്താ മഹേഷ് ചിരിച്ചത്? എന്നോടും കൂടി പറ. ഞാനതൊരു പറയാം, അതൊരു കോമഡിയല്ലേ കേൾക്കേണ്ടത്. മഹേഷ് പറ. ഞാൻ ഈ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കണ തൻ്റെ കുഞ്ഞു വരം ചിരിച്ചു പോകും. പാറ മഹേഷേ, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. അതേ, വേറൊന്നുമല്ല, ഇതേപോലെ അമ്മയുടെ വയറ്റിൽ ഞാനായിരുന്ന സമയത്ത് അമ്മ ഓരോ കൊതികൾ പറയായിരുന്നു. അതച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുള്ളല്ലേ? അതല്ല, അച്ഛൻ പറയാത്തൊരു കാര്യമുണ്ടല്ലോ. അങ്ങനെ അമ്മയ്ക്കൊരു ആഗ്രഹം തോന്നി, കണ്ണിമാങ്ങ അച്ചാർ തിന്നാനായിട്ട്. എന്ത് ചെയ്യും? എടാ, ഈ പണ്ടൊക്കെ കണ്ണിമാങ്ങ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ ഈ പാക്കറ്റിലായിട്ടും കുപ്പിയിലാക്കിയൊന്നും കിട്ടൂല. പണ്ടല്ലേ, ഇപ്പോഴല്ലേ നമ്മൾ എന്ത് ചോദിച്ചാലും കടയിൽ നിന്ന് എടുത്ത് തരുന്നത്. അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാർ ഈ പാതിരാത്രി ഒരു ആഗ്രഹം തോന്നിയല്ലോ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വാശി, എനിക്ക് കണ്ണിമാങ്ങ അച്ചാർ തിന്നേ മതിയാവുള്ളെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, കണ്ണിമാങ്ങ അച്ചാർ മേടിക്കാനേ 200 കിലോമീറ്റർ വരെയും പോകണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും എനിക്കത് തിന്നാനുള്ള കൊതി കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഓക്കെ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മഹേഷ് ചോദിക്കണം, അപ്പം അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന്. അയ്യോ പാവം അച്ഛൻ അമ്മയുടെ ആഗ്രഹമല്ലേ വലുത്, അതുകൊണ്ട് 200 കിലോമീറ്റർ പോയി അച്ഛൻ ആ കണ്ണിമാങ്ങച്ചാറ് മേടിച്ചിട്ടുണ്ടാവും അല്ലേ? എവിടെന്ന്? അച്ഛനെ അമ്മേനേക്കാളും ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ളതാ. അച്ഛൻ വളഞ്ഞ ബുദ്ധിക്കാരനല്ലേ, അതുകൊണ്ട് 200 കിലോമീറ്റർ ഒന്നും അച്ഛൻ പോയില്ല അച്ചാർ മേടിക്കാനായിട്ട്. അച്ഛൻ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഒരു അച്ചാർ മേടിച്ചിട്ട് നേരെ അനിയൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വിട്ടു. അപ്പോൾ എന്നിട്ട് ആ രാത്രി അനിയൻ്റെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും 200 കിലോമീറ്റർ പോയി അവശ എന്ന രീതിയിൽ അച്ഛൻ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ദേ സ്വപ്നം, നിനക്ക് വേണ്ടി ഞാൻ 200 കിലോമീറ്റർ വരെയും പോയി മേടിച്ചുകൊണ്ട് വന്ന അച്ചാറാണിത്, നീ കഴിച്ചോ സ്വപ്നം എന്ന് പറഞ്ഞു. അമ്മക്കിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കേ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ. ഇത് കേട്ട ഇഷിത പൊട്ടിച്ചിരിക്കണം. അച്ഛനാള് കൊള്ളാലോ. അപ്പോൾ അച്ഛൻ അമ്മയെ പറ്റിച്ചല്ലേ, പിന്നെ അല്ലാതെ. ആ 200 കിലോമീറ്റർ വരെയും പോയി ആരെങ്കിലും അച്ചാർ മേടിക്കോ? അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് വട്ടം ചുറ്റിക്കണം, ആ ഒരു ഉദ്ദേശം മാത്രമേ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം മാത്രമേ അച്ചാർ കഴിച്ചുള്ളൂ. പിന്നെ അമ്മയ്ക്ക് അച്ചാറും വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് ഈ സത്യം അമ്മ അറിഞ്ഞോ മഹേഷേ? എവിടെന്ന്? അച്ഛൻ പറയോ? അച്ഛൻ നാവിൽ നിന്ന് ആ ഒരു സത്യം പുറത്തു വരുമോ? ഇല്ല. പിന്നെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇതുവരെ അമ്മയ്ക്ക് ആ സത്യം അറിയില്ല ഇഷിത എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഇഷിതയാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ കട എത്തിയല്ലോ, നമ്മുടെ തട്ടുകട എത്തിയല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും ആ തട്ടുകടയിലേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഈ തട്ടുകടയിൽ ആ ചേട്ടൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഇത് ആരാ വന്നിരിക്കുന്നത്? ഡോക്ടർ മേഡവും സാറോ? ഇതെന്താണ് ഈ പാതിരാത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഡോക്ടർക്ക് ഇപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഡോക്ടറെയും കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയാണ്. അപ്പോൾ കുട്ടൻ ചേട്ടൻ്റെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനെന്താ സാറേ, ഇവിടെ ഇരിക്കും സാറേ, സാറ് വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റൂളൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് കൊടുത്ത് ഇവിടെ ഇരിക്കും സാറേ, എന്താ സാറിന് കഴിക്കേണ്ടത്? അപ്പം മുട്ടക്കറി ഉണ്ടല്ലോ അല്ലേ? പിന്നെ അല്ലാതെ, ഈ കുട്ടൻ ചേട്ടൻ്റെ തട്ടുകടയിൽ അപ്പം മുട്ടക്കറി ഇല്ലാത്ത ദിവസം വരുമോ? ഉണ്ട്, ഇപ്പം തന്നെ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പം മുട്ടക്കറി എടുക്കാനായിട്ട് പോവുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം തന്നെ നമ്മുടെ മാധവ് ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങുക. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പൈസ ചോദിക്കണം. എടോ, ഞാൻ പൈസ തരാം, പക്ഷേ ഭയങ്കര കുടിച്ച് ലെക്ക് കേട്ടാ വന്നിരിക്കുന്നത്, തനിക്ക് ഞാൻ പൈസ തരാം, പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുന്നവരെയും താൻ കാത്തിരിക്കണം. അതൊന്നും പറ്റില്ല സാറേ, ഞാൻ ഭക്ഷണം കഴിക്കുന്നവരെയും കാത്തിരിക്കും, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അന്ന് തനിക്ക് പൈസ തരുന്നില്ല,
ഞാൻ ഭക്ഷണം കഴിക്കുന്നവരെയും കാത്തു നിന്നേ മതിയാവുള്ളൂ, എന്നാലേ തനിക്ക് പൈസ ഞാൻ തരുള്ളൂ. സാറേ ചുമ്മാ വേഷം കിട്ടാൻ നിൽക്കത്തിട്ടാ. എന്താടോ താനെന്താടോ എന്നോട് തിരക്കി ചേറുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ടും അങ്ങോട്ടും ഭയങ്കര വഴക്കായി. അപ്പോൾ തട്ടുകടയിൽ ആ കുട്ടൻ ചേട്ടൻ ഇങ്ങനെ കാണുകയാണ്. അയ്യോ അവിടെ ആരോ വഴക്ക് കൂടുന്നുണ്ടല്ലോ, വലിയത്തെ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ മഹേഷ് ഇഷിതയും ഇത് കാണുന്നുമുണ്ട്. പക്ഷേ മാധവാണെന്ന് മനസ്സിലായുമില്ല. അപ്പോൾ ഈ തട്ടുകട ചേട്ടനാണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, ആരാണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ മഹേഷ് ഇഷിതയോട് പറയാണ്, കണ്ടില്ലേ ഇതേപോലെ രാത്രി ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ സംഭവങ്ങളൊക്കെ കാണേണ്ടി വരും. അതെല്ലാം സഹിച്ചും കേട്ടൊക്കെ നമ്മളിരുന്ന് കഴിക്കണം. ഞാൻ പറഞ്ഞാൽ അപ്പം തന്നെ വരണ്ട എന്ന്. അങ്ങനെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ കഴിക്കുമ്പോഴാണ് അപ്പോൾ ഈ തട്ടുകട ചേട്ടൻ വന്ന് ബാക്കിയുള്ളവരോട് പറയണം, അതെ വേറെ ആരുമല്ല, ആ മനസ്വിനിയില്ലേ, മനസ്വിനി അമ്മ, മനസ്വിനി മേഡത്തിൻ്റെ ഇളയ മകനാ. അയ്യോ മാധവോ, അയ്യോ അതൊരു നല്ല ചെറുക്കനാണല്ലോ. ഇത് കേട്ട് ഇഷിത ഞെട്ടിപ്പോവാ. ഇഷിത തിരിഞ്ഞു നോക്കിയാണ്. മഹേഷ് ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്ത് ചെയ്യാനാണ്, ഓരോരുത്തരെയും ഓരോ തലവിധികളെ, അതുകൊണ്ട് മക്കളെല്ലാം ഇങ്ങനെയായി പോയി എന്നൊക്കെ തട്ടുകടക്കാരൻ ഇങ്ങനെ പറയാം. അപ്പോൾ ദേ നമ്മുടെ മാധവ് അവിടെ നിന്ന് ലെക്ക് കെട്ട് കുട്ടിച്ച് ഇങ്ങനെ വന്ന് ആടി ഇങ്ങനെ ഈ തട്ടുകടക്കാരുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചോദിക്കണം, ചേട്ടാ എന്താ കഴിക്കാനുള്ളത്? കഴിക്കാനൊന്നുമില്ല, ഇവിടെ കടയടക്കാറായി, നിങ്ങൾ പോയേ. അപ്പോൾ ഇവർ കഴിക്കുന്നതെല്ലാം ഭക്ഷണമല്ലേ, ഇങ്ങോട്ട് കേട്ടാ കഴിക്കാനായിട്ട്. നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, നിങ്ങൾ പൊയ്ക്കണ്ടേ. ഞാൻ പോവില്ല, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ ഇഷിതയുടെ ആ മേശയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് മാധവ് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്ക്, ഇതാര്, നിങ്ങളോ? ഭാര്യയും ഭർത്താവും കൂടി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണല്ലേ, കഴിക്ക്. ഞാൻ ഏതായാലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. എന്തായാലും കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരോട് ഇങ്ങനെ തർക്കിച്ച. അപ്പോൾ നമ്മുടെ ഇഷിതയ്ക്ക് ആകെ ടെൻഷനും തോന്നുന്നുണ്ട്. അപ്പം തട്ടുകട ചേട്ടൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ പൊയ്ക്കണ്ടേ. ഇത് ആരാണെന്നറിയാവോ? എനിക്കറിയാ എടോ ഇത് ആരാണെന്ന്. ഇവളെ അറിയാതിരിക്കാൻ ഞാൻ എന്നെ കണ്ണുകൂട്ടനാണോ? ഇവളെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഡോക്ടർ മാഡത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കില്ല, നിങ്ങൾ പൊയ്ക്കണ്ടേ. ആര് പറഞ്ഞോ? ഇവളെയാണ് ഞാൻ സ്നേഹിച്ചത്, ഇവളുടെ കഴുത്തിൽ ഞാൻ താലി വരെയും കെട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ഇത് കേട്ട മഹേഷ് ആണെങ്കിൽ മാധവിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം. അയ്യോ മഹേഷ് വിടും, മഹേഷ് വേണ്ട മഹേഷേ. അപ്പോൾ തട്ടുകട ചേട്ടനാണെങ്കിൽ ഡോക്ടർ മാഡത്തെക്കുറിച്ച് അനാവശ്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എടോ ഞാൻ പറഞ്ഞത് അനാവശ്യമല്ലടോ, സത്യങ്ങൾ മാത്രമാണ്. ഇവൾക്ക് എന്നെ അറിയില്ലെന്നൊന്നും പറയാൻ പറ. അവൾ പറയില്ല. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? മരിച്ചാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. ഇനി ഇവിടെ നിന്ന് നീ സംസാരിച്ച് കഴിഞ്ഞാൽ നിനക്കിട്ട് തല്ല് കിട്ടും, ഇറങ്ങി പോടാ എന്നും പറഞ്ഞുകൊണ്ട് മാധവനെ പിടിച്ച് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്നാലും ഇവളെ ഞാൻ മറക്കില്ല, എനിക്കങ്ങനെ മറക്കാനായിട്ട് പറ്റില്ലല്ലോ ഇവളെ, ഇഷിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളങ്ങോട്ട് മാധവ് അങ്ങോട്ട് പോവുക. ഇഷിതയ്ക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ മഹേഷ് പറയണം, ഇനി കൂടുതലൊന്നും പറയണം, നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ തട്ടുകട ചേട്ടൻ വന്ന് സംസാരിക്കുകയാണ്. അയ്യോ സാറേ ക്ഷമിക്കണോട്ടെ സാറേ, ഈ ഓരോരുത്തർ കുടിച്ച് ലെക്ക് കെട്ടി ഇറങ്ങിക്കോളും, എന്തൊക്കെയോ അവർ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, എന്നാൽ പൈസ പിടിച്ചോ. അയ്യോ സാർ ഞാൻ ബാക്കി എടുത്തിട്ട് വരാം. വേണ്ട ബാക്കിയൊന്നും വേണ്ട, താൻ വെച്ചോ, പിന്നെ ഇനിയും അപ്പം മുട്ടക്കറിയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ വരും കേട്ടോ. ഓക്കെ സാർ ആയിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര മൂഡ് ഓഫ്. അപ്പോൾ നമ്മുടെ ഇത് ചോദിക്കുകയാണ്, മഹേഷ് ചോദിക്കുകയാണ്, എന്താ ഇഷിത ഉള്ള സന്തോഷം പോയല്ലേ? എൻ്റെ സന്തോഷമൊന്നും പോയിട്ടില്ല, ഞാൻ മാധവിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനെന്തിനാ എൻ്റെ സന്തോഷം പോകുന്നത്, ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. പക്ഷേ മാധവ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് ചെറിയതായ സങ്കടമുണ്ട് മഹേഷേ. കാരണം എത്ര പേരുടെ തല്ലുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇയാളിപ്പോൾ എല്ലാവരും തല്ലുകൊള്ളുകയാണല്ലോ. ആ സമയത്ത് മഹേഷും കൂടി തല്ലിയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് പോകാം നമ്മുടെ പാടം നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ മാധവ് കിടക്കുന്നത് നമ്മുടെ ഇഷിത കാണുകയാണ്. മഹേഷ് വണ്ടി നിർത്ത്, മാധവ് വഴി കിടക്കുന്നു. അവൻ എവിടെയെങ്കിലും കിടക്കട്ടേന്നേ, ഇനിയിപ്പോൾ നമ്മൾ ആയിട്ട് എന്താ കാര്യം? ഇല്ല എനിക്ക് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്
മാധവനെ പോയി നോക്കിയാണ്. മഹേഷ് ആണെങ്കിൽ ഇതെന്താ ഇഷിത, ഇതെന്താ നീ കാണിച്ചു വിടുന്നത്? മഹേഷേ, എനിക്ക് മാധവനെ ഈ ഒരു അവസ്ഥയിലിട്ടിട്ട് വരാനായിട്ട് പറ്റില്ല, എന്നോടൊന്നും തോന്നരുത്. എനിക്കിപ്പോൾ മാധവ് ആരുമല്ല, പക്ഷെ എന്നാലും എൻ്റെ കൺമുന്നിൽ കൂടി എത്രയോ തവണ കടന്നു പോയൊരു വ്യക്തിയാണ് മാധവ്. അതുകൊണ്ട് മാധവൻ ഇവിടെ തനിച്ചാക്കിയിട്ട് എനിക്ക് വരാനായിട്ട് പറ്റില്ല. നമുക്ക് ഇയാളെ വീട്ടിൽ കൊണ്ടാക്കിയാലോ? വീട്ടിൽ കൊണ്ടാക്കാനോ? എടോ, മനസ്സിനെ തന്നെ ഉപദ്രവിക്കാൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ട ആളല്ലേ താന്. എന്നിട്ട് ഇയാളെ കൊണ്ട് വീട്ടിലാക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ മനസ്സിനെ വെറുതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കുഴപ്പമില്ല, വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നതും. തൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് തലവേദന എടുത്ത് ഇങ്ങ് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.